സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു ലൈറ്റർ വെർഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അതാണ് ഫേസ്ബുക്ക് ലൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒരു ലൈറ്റർ വെർഷൻ ഉണ്ട്, അതാണ് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഒപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകളെ പറ്റിയും പോരായ്മയെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ വെറും 2 MB താഴെ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ലോ സ്പെക് സ്മാർട്ട് ഫോണിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈവൻ എൻ്റെ സ്മാർട്ട് ഫോണിൽ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടോ അതിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ പറയുന്നതായിരിക്കും. പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെബ് എങ്ങനെയാണോ അതുപോലെ ഒരു ഇന്റർഫേസ് ആണ് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെബ് ഒരു ആപ്ലിക്കേഷൻ ആക്കി കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയാൽ എങ്ങനെയിരിക്കും, അതാണ് സത്യത്തിൽ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ. എന്തായാലും ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്തും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും നോക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ അത്രയും ഫാസ്റ്റ് അല്ല ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ. കാരണം ഇവിടെ ചെറിയൊരു ലോഡിംഗ് ടൈം വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ അതൊരു വലിയ പ്രശ്നമല്ല, കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെബിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫാസ്റ്റാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻസ്റ്റാഗ്രാം വെബ് ഒരു ആപ്ലിക്കേഷൻ ആക്കി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതാണ് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷൻ. പിന്നീട് ഞാനിതിൽ നോട്ടീസ് ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു മെസ്സേജ് അയക്കുന്ന ആ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ജസ്റ്റ് ഒരു ചാറ്റ് സെലക്ട് ചെയ്തെന്ന് കരുതുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം ആപ്പിലായാലും നമുക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യാനും ഇമേജസ് സെൻഡ് ചെയ്യാനും വീഡിയോസ് സെൻഡ് ചെയ്യാനും സ്റ്റിക്കേഴ്സ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് അതിലുള്ളതുപോലെ നമുക്കിവിടെ വോയിസ് മെസ്സേജുകൾ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ മറ്റൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് മെൻഷൻ ചെയ്ത് തിരിച്ച് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇങ്ങനെ കുറച്ച് പോരായ്മകൾ മാത്രമേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്ലിക്കേഷനിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാഗ്രാം ആപ്പിലുള്ളതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാൻ സാധിക്കും, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സെറ്റിംഗ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് അതുപോലെ ലൈക്സ്, ഫോളോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനിലുള്ള ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈറ്റിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.